ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഈ വീഡിയോ ഇടാണ് കേട്ടോ. സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു എഡിറ്റിങ്ങിനായാലും വീഡിയോ എടുക്കാനായാലും, അതാണ് ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ വീട്ടിലാണുള്ളത്, കൊല്ലത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ പെയ്ത് നല്ല സെറ്റായി കിടപ്പുണ്ട് പ്രകൃതിയൊക്കെ. അപ്പം ഇന്നൊരു സൺഡേ ദിവസമാണ്. സൺഡേ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നു കേട്ടോ. എൻ്റെ മമ്മിയും പപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ ഒരാൾ ഉറക്കം എണീറ്റില്ല. ഉറക്കം എണീക്കാൻ വന്നതേ കണ്ണൊക്കെ തുറന്നിട്ട് വീണ്ടും തിരിഞ്ഞിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. നോക്കുന്നുണ്ട്, നേരം വെളുത്തുനിന്ന് കണ്ടു, എന്നിട്ട് കഥ കണ്ടോ കിടന്നുറക്കമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ സൊസൈറ്റിയിൽ പാല് വാങ്ങാൻ പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പോയി പാല് വാങ്ങാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു സൊസൈറ്റി ഉണ്ട്, അവിടെ അല്ല പക്ഷേ ഇത്തവണ അച്ഛൻ പോയത് കേട്ടോ. വേറൊരിടത്ത് പോകാമെന്ന് പോയി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ ചെയ്തിട്ടുള്ളതായിട്ട് ഓർമ്മയില്ല, ചെയ്തിട്ടുണ്ടോയെന്ന് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനോട് കുറേ വട്ടം ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തരാറുണ്ട്. പക്ഷേ ഇത്രയും കാലം എടുത്തതെന്നല്ല വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ ഇത്. ഇത് ജസ്റ്റ് ഭയങ്കര പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചെടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്കെന്തോ ഇത് ഇഷ്ടമായി. സാധാരണ ഇതുവരെ അച്ഛൻ എടുത്ത് ഉള്ളതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലായ്പ്പോഴും ആ വീഡിയോയുടെ ലാസ്റ്റാണ് പറയാറ്, ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് പറയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പാല് വാങ്ങാനായിട്ട് സൊസൈറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ വേറെ സൊസൈറ്റിയിലൊക്കെ വേറെ ഒരു സൊസൈറ്റി ഉണ്ട് കേട്ടോ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതെനിക്ക് സ്ഥലമൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാനിവിടെ വരാറുള്ളൂ. പിന്നെ ഒരു ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. ചുമ്മാ വെറുതെ ഒരു രസം. അങ്ങനെ അവിടെ പോയി പാലൊക്കെ വാങ്ങി. ഇവിടെ പാലിന് 1 ലിറ്റർ 55 പറഞ്ഞത്. നമ്മുടെ അവിടെ ട്രിവാൻഡ്രത്ത് 54. അപ്പം ഞാൻ 54 രൂപ എടുത്തിട്ടുള്ളായിരുന്നു. ചില്ലറാക്കി വെച്ച് അവർക്ക് ചില്ലറ എടുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചില്ലറാക്കി തന്നെ വെക്കാറുള്ളത് പാല് വാങ്ങാൻ പോകുമ്പം. പക്ഷേ അവിടെ പോയപ്പോൾ 55 പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞു 1 രൂപ. അങ്ങനെ 1 ലിറ്റർ പാലും വാങ്ങി ഞാൻ നടന്നു വരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ പോകണം, പിന്നെ മീൻ വാങ്ങണമെന്നൊക്കെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം. പക്ഷെ മമ്മിയും അമ്മച്ചി ഉള്ളത് കൊണ്ട് തന്നെ മമ്മി ഇന്ന് ചർച്ചിലോട്ട് വരുന്നില്ല എന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വീട്ടിലാണ്. അപ്പോഴത്തേക്കും മീൻ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ. അന്നേരം ആ ചക്ക ഉണ്ടാക്കാനായിട്ട് ചക്കവിയലോ ഏതാണ്ടൊക്കെ വെക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ തീപ്പെട്ടിയൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഇതേ കടയിൽ കയറി കേട്ടോ. തീപ്പെട്ടി വീട്ടിൽ നിന്ന് സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടുവരാറുണ്ട്. മറന്നുപോയി ഇത്തവണ എടുക്കാനായിട്ട്. കാര്യം കുറച്ച് ദിവസം അങ്ങനെ അധികം ഒരു 2-3 ദിവസമൊക്കെ നിൽക്കാൻ പറ്റാറുള്ളൂ. അപ്പോഴത്തേക്കും അധികം അങ്ങനെ കുക്കിങ്ങൊന്നും വരാറില്ല. പ്രത്യേകിച്ച് സാധാരണ ഞാൻ അച്ഛനും മാത്രം വരുമ്പോൾ ഭയങ്കര കുക്കിങ്ങൊന്നും അങ്ങനെ വരാറില്ല. ജസ്റ്റ് ചായ ഇടാൻ മാത്രം ചെയ്യും. പിന്നെ മമ്മിയും ഉപ്പയൊക്കെ ഉള്ളപ്പോഴത്തേക്കും ആണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഗ്യാസ് സ്റ്റൗ ഇല്ല, അടുപ്പ് മാത്രമാണ്. സാധാരണ വിറകടുപ്പാണുള്ളത്.
ഇന്ന് നമ്മൾ ചാത്തന്നൂരേക്ക് പോകാം കേട്ടോ. ചാത്തന്നൂർ മാർക്കറ്റുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് എന്താ വെച്ചാൽ സവാള വാങ്ങണമായിരുന്നു. സവാള വാങ്ങി, ജീരകം, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ രാവിലത്തേക്ക് ദോശ വേണമായിരുന്നു കേട്ടോ. രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല, അന്നേരം ദോശ വാങ്ങി. അപ്പോൾ ഇത്രയും വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ഇപ്പോൾ ഇവിടെ ചാത്തന്നൂരുള്ള അവസ്ഥ. റോഡ് പണി നടക്കണം, അപ്പോൾ അതിനടിയിൽ ആണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാൾക്ക് പലഹാരം കഴിക്കാൻ ഭയങ്കര മോഹം. അപ്പോൾ പിന്നെ എനിക്കും കൊതിയായി. അന്നേരം ഞങ്ങൾ 2 ഉഴുന്നോടെ വാങ്ങി കഴിക്കുകയാണ്. നല്ല മുരിഞ്ഞ ഉഴുന്നോടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഫ്രഷായി റെഡിയായി ചർച്ചിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. മോനിത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം പപ്പയും ദേ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ചർച്ചിലൊക്കെ പോയി. അങ്ങനെ ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ മമ്മിയുടെ ചോറും ചക്കയും മീൻകറിയും പിന്നെ തോരനൊക്കെ റെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ക്ലീൻ ചെയ്യും കേട്ടോ. പുറത്തൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ വീണ് നടക്കും. അപ്പോഴത്തേക്ക് അല്ലറ ചില്ലറ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ താഴെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് കരിയില വീണ് നടപ്പുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങളിത് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. കൊല്ലം ബീച്ചിലേക്ക് ഭയങ്കര കാറ്റാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ കൊല്ലം ബീച്ചിൽ വന്നിട്ടുള്ളതിനേക്കാളും ഭയങ്കര കാറ്റായിരുന്നു ഇന്ന്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്, ഡ്രസ്സൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ ഇവിടെ ഒരു പോക്കറ്റ് ഷവർമ വാങ്ങിച്ചു കൊടുത്തു ഇവിടെ ഒരാൾക്ക്. അങ്ങനെ അത് കഴിക്കാൻ അവനത് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിച്ചിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അമ്മച്ചിയും അമ്മയും ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കൊല്ലം ബീച്ചിലേക്ക് കൊണ്ടുവരുന്നത്. വരുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും എനിക്കൊരാഗ്രഹം അവരെ കൊണ്ടുവരണം. അങ്ങനെ നിർബന്ധിച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ പപ്പ പിന്നെ അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, എവിടെ വിളിക്കേണ്ട താമസം പപ്പ വരും, പപ്പയെ വിളിച്ചാൽ മാത്രം മതി. പക്ഷേ ഇവർ രണ്ടുപേരും എപ്പോഴും നിർബന്ധിച്ചാൽ ഞാൻ കൊണ്ടുപോകാറ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കൊല്ലം ബീച്ചിലിരിക്കുകയാണ്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ മഴ പെയ്തു. മഴയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴ. പിന്നെ പെയ്യും തോരും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ബീച്ചിലിരുന്ന് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ കുഞ്ഞു സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കോളിഫ്ലവറാണ് വാങ്ങിയത്. അതും അവന് ഇഷ്ടമായി, അവനത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഇങ്ങനത്തെ ഫുഡുകൾ വാങ്ങാറുള്ളൂ പുറത്തുനിന്നൊക്കെ. എപ്പോഴും ഹോംലി മീൽ തന്നെയാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് അധികം ഇല്ല. പിന്നെ ഇതുപോലെ ബീച്ചിൽ വരുമ്പോഴത്തേക്കും ഒരു സന്തോഷം, ഇങ്ങനെയൊക്കെ വാങ്ങും കേട്ടോ. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങളിവിടെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. കൊല്ലം ബീച്ചിൽ ഒരു കുഞ്ഞൊരു കെട്ടിടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാലും മഴ നനയും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റടിച്ച് പെയ്യണമെങ്കിൽ നനയും. അത് കഴിഞ്ഞ് മഴ തോർന്നെന്ന് വിചാരിച്ച് ഓടി കാറിൽ കയറിയപ്പോഴേക്കും കാണാം അത് അതിനേക്കാളും മഴയായി. പിന്നെ പപ്പയും അമ്മയും അമ്മച്ചിയും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ 3 പേരും കാറിൽ കയറിയിട്ടോ, ഞാനും അച്ഛനും കുഞ്ഞും. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കും മഴ തോർന്നപ്പം അവരും വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കാറിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഡ്രീം മോളിലാണ്. കൊട്ടിയത്തൊരു മാളുണ്ടല്ലോ, പുതിയ മോള്. അപ്പോൾ ഡ്രീം മോളിലേക്കാണ് പോയത്. ഇവിടെ ഇൻറ്റേൺഷിപ്പിന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഓൾമോസ്റ്റ് കഴിയാറായ സമയത്ത് നമുക്കിവിടെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നു. പിന്നെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ഷോപ്പ് ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ നിന്ന് വെജ് ഫുഡാണ് വാങ്ങിച്ചിട്ട് മസാല ദോശ അതൊക്കെ കഴിച്ചു. വീട്ടിലെത്തി എനിക്ക് എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലമുണ്ട്. അങ്ങനെ ഡയറിയൊക്കെ എഴുതി മോനിത് രാത്രിത്തെ ഉറങ്ങാനൊക്കെ കിടന്നു കേട്ടോ. ഉറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.